വീണ്ടും വാർത്തയിലേക്ക്. മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന ആരോപണം. മാലിന്യത്തിന് തീയിട്ടതാണോ എന്ന സംശയം പ്രകടിപ്പിക്കുകയാണ് പഞ്ചായത്ത് അധികൃതർ. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പോലീസിൽ പരാതിയും നൽകി. തീപിടുത്തമുണ്ടായപ്പോൾ മാലിന്യ പ്ലാന്റിൽ ഉണ്ടായിരുന്ന കാട്ടുകൊമ്പൻ പടയപ്പയ്ക്ക് മൂന്നാർ RRT സംഘം രക്ഷകരായി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൂന്നാറിലെ കല്ലാർ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടായത്. മൂന്നാർ, അടിമാലി, രാജാക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തീപിടുത്തമുണ്ടായതിന്റെ കാരണം ഇപ്പോഴും അവ്യക്തമാണ്. കാട്ടാനകൾ സ്ഥിരമായി എത്താറുള്ള മാലിന്യ പ്ലാന്റിന് ചുറ്റും ഫെൻസിംഗ് സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാകാം തീപിടുത്തമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് രംഗത്തെത്തി. തീയിട്ടാണ് സംശയം. CCTV പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. CCTV നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ദുരൂഹത എന്താണെന്നുള്ളത് കണ്ടാൽ അറിയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ ഫെൻസിങ്, സോളാർ ഫെൻസിങ് കൃത്യമായിട്ട് മൊത്തം കംപ്ലീറ്റ് ഇട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് CCTV പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീപിടുത്തമുണ്ടാകുമ്പോൾ പ്ലാന്റിനോട് ചേർന്ന് കാട്ടുകൊമ്പൻ പടയപ്പയും നിലയുറപ്പിച്ചിരുന്നു. പടയപ്പ നിന്നിരുന്നതിന് സമീപം വരെ തീ ആളിപ്പടർന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും RRT സംഘവും എത്തി ആനയെ തുരത്തുകയായിരുന്നു. പ്ലാന്റിലേക്ക് കാട്ടാനകൾ എത്തുന്നത് തടയാൻ വനം വകുപ്പ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. തീ പൂർണ്ണമായും കെടുത്തി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ എത്രത്തോളം നാശനഷ്ടമുണ്ടായി എന്നുള്ളതിലും തീപിടുത്തമുണ്ടാകാനുള്ള കാരണം എന്തെന്നതിലും വ്യക്തത വരൂ. ജനം, ഇടുക്കി.